അല്ല ഞാൻ ഇപ്പൊ ആ അല്ലല്ല ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ ജംഗ്ഷൻ വരെ മറ്റേ ഇവനെ മുതുക്ക് ജംഗ്ഷൻ വരെ പോയിട്ട് ഇപ്പൊ വരാം. ആ അവന് ആ പോണില്ല മത നമുക്ക് വേറൊരു പ്രശ്നം തീർക്കാണ്ട് വാ. കണ്ണില്ലാത്തപ്പോഴേ നീ വേണം വാ. മാമനും മാമ കേറ്. ഞാൻ ചന്ദ്രനോട് നോക്കണം. അത് ചന്ദ്ര പോവല്ലോ. ഞാൻ മിസേലൂടെ അളിയാതെ അവനോട് പോയിട്ട് ഒരു വള്ളി ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവനോട് പോയിട്ട് വാ. ഒരാള് വേണം അവിടെ, ഒരു അടിക്കാറുള്ള ഒരാള് വേണം. ആ അവൻ പറയും എടാ കാട്ട് കഴിവേറൊന്ന് വാടാ മന്ദാരം നിനക്ക് ആടാ വണ്ടി മന്ദാരം ഇങ്ങോട്ടാ മന്ദാരം. ഹലോ മിസ്റക്സ്. ആ അറിയാം, അവൻ അറിയത്തില്ല വഴി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു. ഓ മുണ്ട് ഒരു തനതായ ഒരു മലയാളി അല്ലേ നമ്മളൊക്കെ. അപ്പൊ അന്ന് മുണ്ടിൽ എങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് സിറ്റിയില് മുണ്ട് വന്നപ്പോ തന്നെ നമ്മള് മേടിച്ചാൻ കൊറേ. ഹലോ ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഞങ്ങള് ബ്ലാക്ക് സത്യം പറഞ്ഞ വാസോണിന്റെ ലോക്കറിലായിരിക്കണം. അപ്പൊ താക്കോൽ വാസോനെ കൊണ്ടുപോയി പോയപ്പോ. അപ്പൊ നമ്മള് യൂഷ്വലി ബ്ലാക്ക് അങ്ങനെ ഒരു അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ ഒരു ഫാമിലി റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കൺസിഡറേഷൻ തരും. അപ്പൊ ഈ കൺസൈൻമെന്റില് നിങ്ങക്ക് ടെമ്പററി ആയിട്ട് ഒരു വൈറ്റ് മണി കൺവേർഷനിലുള്ള രീതിയിൽ ചെയ്തു തരാം. പക്ഷെ നെക്സ്റ്റ് ടൈം തൊട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മള് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഫാമിലീസിന് മാത്രമേ ഈ ഒരു ഓപ്ഷൻ കൊടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആൾക്കാരാണ്, പഴയ ഫാമിലിയാണ്. നിങ്ങൾക്ക് ബ്ലാക്കിലാണ് ഡീലിംഗ് വരുന്നില്ല. അത് നമ്മള് ഒന്നല്ലെങ്കിൽ നമ്മള് ബ്ലാക്ക് നമ്മള് കൺവേർട്ട് ചെയ്ത് ഇപ്പൊ വൈറ്റ് വന്നിട്ട് ബ്ലാക്ക് വാസന പറഞ്ഞ സമയത്ത് എടുത്തു തരാം. അല്ലെങ്കിൽ ഇത് മതിയെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് തരാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം കൺവേർഷൻ റേറ്റ് വെച്ച് വരുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടുതൽ വരേണ്ടി വരും ബ്ലാക്കിനെ കാട്ടി. അതിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. എത്രയാണ് ഐഡിയ? എത്രയാണ്? ഡയറക്റ്റ് സ്ട്രൈറ്റ് ഫോണിലാണോ? ഫോണിലാകുമ്പോ 10 CR പോവും. എക്സ്ട്രാ ടാക്സ് എയർ ഷെയർ ചെയ്താൽ 10 CR പോവും. 10 CR പോവും. ഫോൺ ത്രൂ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും 10 CR പോകും. അല്ലെങ്കിൽ തൊട്ട് മെയിൻ ബാങ്ക് നേരെ വെളിയിലല്ലേ? ഇനിയിപ്പോ വയ്യ, കുഴപ്പമില്ല. പോയി കഴിഞ്ഞാൽ 10 പടിയിൽ അപ്പുറമുള്ള വലിയ വലിയ പ്രശ്നങ്ങളാവും ഇനി പോയ. ഐഡി എത്രയാണ്? 1534. സൗണ്ട് ഒക്കെ എഴുതുവോ? ചെയ്യാറില്ലേ? ഒന്നായിരുന്നോ? നമ്മുടെ മിസ്ട്രക്സിന്റെ കൺവേർഷൻ റേറ്റ് പ്രകാരം 100 CRന് 70 CR ബ്ലാക്ക് ആണ് നമ്മുടെ കൺവേർഷൻ റേറ്റ്. അപ്പൊ ഒരു 4 CR നിങ്ങൾക്ക് തിരിച്ചു തരാം. എത്ര മണിക്കാണ്? നിങ്ങൾക്ക് 11 മണിക്കാണ് ഇന്നത്തെ കൺസൈൻമെന്റ് വരുന്നത്. സോ നിങ്ങളായിരിക്കും ട്രക്ക് കൊണ്ടുവന്നത് ഇന്ന്. നിങ്ങളുടെ കയ്യിലായിരിക്കും. PD ആയിരിക്കും. PD ഇല്ലീഗൽ ആയതുകൊണ്ട് എന്തായാലും PD വരും. അപ്പം നിങ്ങളുടെ മെയിൻ ഉത്തരവാദിത്തം ട്രക്ക് സേഫ് ആക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ട്രക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. സോ ഞാൻ ഫുൾ ഫ്ലോ എന്ന് പറഞ്ഞുതരാം. അപ്പൊ പിന്നെ കൺഫ്യൂഷൻസ് വരുന്നത്. സോ നിങ്ങൾക്ക് കൃത്യം നിങ്ങളൊരു 10:50-55 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ റോക്സ്വുഡിലെ 915 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തുക. വൺസ് നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്ക് ഹാൻഡ് ഓവർ ചെയ്യും. നിങ്ങൾക്ക് ട്രക്ക് ജസ്റ്റ് ഫുള്ള് പെട്രോള് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് റെഡി ആയിക്കുമ്പോഴത്തേന് ഒരു 11 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റലൈറ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ തൊട്ട് നിങ്ങളുടെ ട്രക്ക് അവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങണം.
നിങ്ങൾക്ക് വിത്തിൻ റോക്സ്വുഡ് എവിടെ വേണേലും ആ ട്രക്കുമായിട്ട് പോകാം. എക്സെപ്റ്റ് ഓഫ് റോഡും മലകളും ഒക്കെ. നിങ്ങൾ റോക്സ്വുഡ് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കളറിൽ കുറെ മാപ്പിൽ മാർക്കിങ്സ് ഉണ്ട് റോഡ്. ആ റോഡ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. അതിനകത്ത് റെഡിഷ് കളറുള്ള എല്ലാ ഓഫ് റോഡും അല്ലെങ്കിൽ പ്രൈവറ്റ് റോഡ്സ് ഒക്കെയാണ്. അവിടോട്ടൊന്നും കയറരുത് ട്രക്കുമായിട്ട് പോകുമ്പോൾ. റെഡ് ഉള്ളിൽ കയറാൻ പാടില്ല. ഇല്ല, അതെല്ലാം ഓഫ് റോഡ് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് മറ്റേ റേസ് ട്രാക്ക് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ മെയിൻ റോഡ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ വിത്തിൻ റോക്സ്വുഡ്. നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ഒരു 2 ഫ്യൂവൽ ക്യാനും 2 ട്രക്ക് റിപ്പയർ ചെയ്യാനുള്ള റിപ്പയർ കിറ്റും നമ്മൾ ആ വെഹിക്കിളിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് വെച്ച് തരും. ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് വണ്ടി റിപ്പയർ ചെയ്യാം. പിന്നെ റോക്സ്വുഡിൽ നമ്മുടെ നോർമൽ റിപ്പയർ ഷോപ്പും നമ്മുടെ ട്രക്ക് റിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ട്രക്ക് ഇവിടെ വരെ പോകണമെന്നില്ല. ട്രക്ക് നോർമൽ റിപ്പയറിലും വർക്ക് ആവും നമ്മുടെ ട്രക്ക്. സോ നിങ്ങൾക്ക് ട്രക്ക് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂവൽ അപ്പ് ചെയ്യാനും വേണ്ടി മാത്രമേ ട്രക്ക് നിർത്താൻ പറ്റത്തുള്ളൂ വിത്തിൻ ദിസ് 45 മിനിറ്റ്സ്. അതായത് ഈ ട്രക്ക് ഡ്രൈവറിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ട്രക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അൺലെസ് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ അല്ലാതെ ട്രക്ക് നിർത്താൻ പാടില്ല. ട്രക്ക് ഡ്രൈവർ മൂവിങ്ങിലായിരിക്കണം. അത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലിട്ട് ട്രക്ക് കറക്കുമെന്നല്ല, വിത്തിൻ റോക്സ്വുഡ് റോഡിൽ മൂവിങ്ങിലായിരിക്കണം ഫോർവേഡ്. വന്ന വഴി തിരിച്ചു പോകുന്നതുകൊണ്ട് അങ്ങനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരു ലൊക്കാലിറ്റിയിൽ കടന്ന് കറങ്ങരുത്. കാരണം അപ്പൊ നിങ്ങൾക്ക് ട്രക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം PD നിങ്ങളെ നോക്കിയല്ല വരുന്നത്, ട്രക്ക് നോക്കിയാ വരുന്നത്. അപ്പൊ അവരാ ട്രക്ക് ഏത് രീതിയിൽ ട്രക്കിനെ ഒറ്റപ്പെടുത്തി എടുക്കാൻ നോക്കും. അപ്പൊ ട്രക്കിനെ മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് അവർക്ക് വിട്ടുകൊടുക്കാതെ നോക്കുക. നമ്മൾ പ്രീവിയസ്ലി നമുക്ക് ഇങ്ങനെ ഫാമിലീസിന് കൊടുത്തു വിട്ടപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഇഷ്യൂസ് അതാണ്. ട്രക്കിനെ ഒറ്റയ്ക്ക് അവർ വിട്ടുകൊടുത്തു. അപ്പൊ PD എന്ത് ചെയ്തു? PD സ്പ്ലിറ്റ് ചെയ്തിട്ട് അവരെ ഫേക്ക് ചെയ്തൊരു ടീമിനെ അവിടെ നിർത്തി ബാക്കി ടീം പോയി ട്രക്ക് ക്യാപ്ചർ ചെയ്തു. ഹലോ, പറഞ്ഞു. ഓക്കെ. സോ ടോട്ടൽ കൺസ്യൂമർ ടൈം 45 മിനിറ്റ്സ് ആണ്. ഈ 45 മിനിറ്റ്സിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് PD വരുവാണെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തിട്ട് ഓൾ ഡൗൺ ആക്കി കൺസ്യൂമറിന് അവരെ ആ ത്രെട്ട് അവിടെ തന്നെ തീർക്കാം. അങ്ങനെയാണെങ്കിൽ PDയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ വരും, PD ഫെയിൽഡ് ടു ക്യാപ്ചർ കൺസ്യൂമർ ട്രക്ക് എന്നുള്ള കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോക്സ്വുഡ് ലീവ് ചെയ്യാം. പേടിക്കണ്ട, നമ്മള് PD പോയി അടിച്ചോളാം. പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. ഇതിനാ അങ്ങനെ അവരെ കൊണ്ട് കഷ്ടപ്പെട്ട് പുറകെ വരുത്തിക്കുന്നത്. എടാ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞ 10:45 കറക്റ്റ് ആയിട്ട് ആൾക്കാർ കൺസൈൻമെന്റ് പറഞ്ഞോ, അല്ലെങ്കിൽ അത് ഡിലേ ആക്കാൻ പറ്റൂല. അതാ പറഞ്ഞേ, നമ്മൾ ഡിലേ ആക്കാൻ പാടില്ല. അങ്ങനെ ശോകമാണ്. കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഡിലേ ആണ്. സ്വന്തം കാര്യം നോക്കിയിട്ട് കറക്റ്റ് 10:45 എല്ലാവരും ഇറങ്ങി റെഡി ആയിട്ട് ഇരുന്നോണം കണ്ടുകൊടുത്ത്. നീക അതൊന്ന് മാറ്റിടണേ. നീക ഇപ്പൊ ഇട്ടൊന്ന് മാറ്റിട്ട്. എടാ പക്ഷെ 15 പറ്റത്തുള്ളൂ. നീക നീ ഇല്ല അപ്പ നിന്നെ കട്ട് ചെയ്തേ. 5 മിനിറ്റ് കൂടിയുള്ള എടാ ഓക്കെ. അപ്പൊ എല്ലാരും റെഡിയാവും. സാറ് കളിക്കുന്നുണ്ടോ? ആളില്ലെങ്കിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആള് കൂടുതലാണ്. എനിക്ക് പ്രശ്നമില്ല. നീ ഇട്ടത് തന്നെ 16ാണ്. സാർക്ക് നീ ഇങ്ങോട്ടെന്നെ. ഹലോ എന്താ ഏത് അളി എന്റെ മനസ്സറിയണ TV ഒരുത്തുണ്ടെങ്കിൽ നീയാ.
മനസ്സിലായി. ശരി 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 ശരി. ഗൂഗിളിൽ പടമൊക്കെ നോക്കിട്ട് നിനക്ക് പറഞ്ഞാ മനസ്സിലാവുമെന്ന് തോന്നിയോണ്ടാണ് നിന്റെ അടുത്ത് നിന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. ഞങ്ങളിവിടെ മന്തിക്കഥയൊക്കെ പറഞ്ഞിരിക്കുക. ശരി ശരി എന്നാ. എനിക്ക് വാള് വെക്കാതെ എന്തൊക്കെയാണ് പറയുന്നത്? പോ നീല പോ. വണ്ടി എത്ര വണ്ടി ഉണ്ട്? 1 2 നമ്മള് ട്രക്കാരാ ഓടിക്കുന്നതെന്നെല്ലാം പറഞ്ഞായിരുന്നു. ആർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞാണ് ആരോടിക്കുന്നത്. ഞാൻ ഇഷ്ടമുള്ള പേരെങ്കിൽ ഞാൻ പറയേ. നീ യൂസ് പண்ற அந்த സാധനം ഇല്ലേ എന്താ അത്? അത് വേണം. സീക്രട്ട് ഫയൽ അടപ്പ മുടിയുമോ? കണ്ടന്റ് കിടച്ചിട്ടല്ലേ ഇന്നലെ എല്ലാരും ശോകമായപ്പോ നീ മാത്രം ഹാപ്പി. இல்ல 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 எனக்கு அவங்கிட்ட நம்ம தோத்தாடாச்சா സീല്ല സീല്ല നല്ല കളിയായിരുന്നു. ബൈ ലക്ക് ഞാൻ കണ്ടത് സത്യം. കറങ്ങി വരുന്നത് കുത്തമല്ലപ്പ കുത്തിയ നിങ്ങളുടെ ബാക്ക് വണ്ടി കുത്തിയടിയാ എല്ലാത്തിനും കുത്തിയടി. ഒരുത്തൻ ഡൗൺ അയ്യോ കൊണ്ടോടാ വണ്ടി. അടി നിർത്തിയിട്ടുണ്ട്. ഫൈറ്റ് എടുക്കുന്നല്ലോ. മാർക്കില് ഇവിടെ കുത്തിയാ മതി. ഇവിടെ കുത്തിയോ ഇവിടെ കുത്തിയാ ഒരു പ്രശ്നം. മാറി ഇവിടെ വീടിന്റെ മണ്ടയ്ക്ക് ഇതിന്റെ മേളില് കയറി ഇടിക്കാൻ. എല്ലാത്തിനടി ഇവിടെ അത്ര ലാസ്റ്റ് കളിച്ചാ ഒറ്റ തന്നെ കാര്യം ഓടി ഓട്ടം കണ്ടാവേ. ഇതാണ് പറഞ്ഞത് എല്ലാ ടീമും ഇത്രേ ഉള്ളൂ. അല്ല ഹെഡിനെ കാണുമെന്ന് തോന്നുന്നു. നൈസ് വെൽ പ്ലേഡ് ടീം. ഓക്കേ വണ്ടി ഓടിച്ചേ കേട്ടോ. നമ്മുടെ 2-3 പേര് കത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കത്തിപ്പോയി. മൂന്നാല് പേരോട് കത്തി. നമ്മള് മൂട്ടി കൊണ്ട് കുത്തി ഒരു വണ്ടി വൈപ്പ് ചെയ്തു. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞു അങ്ങനെ കളിച്ചാ.
ഒരു വണ്ടി വൈപ്പ് 4 കില്ല നമ്മുടെ നല്ല ആംഗിൾ ആയിരുന്നില്ലേ? സെറ്റ് ആംഗിൾ ആയിരുന്നു. എടാ മദാര യെല്ലോ ചാറ്റില് മദാര യെല്ലോ ചാറ്റില് ഗോഗു വെൽ പ്ലേഡറാ. ഡാർക്ക് ചാറ്റ് എനിക്കില്ല, യെല്ലോ ചാറ്റ് ഇട്ടെല്ലാം മതി എന്നല്ലേ പറഞ്ഞേ. എല്ലാ ചാറ്റും ഇല്ലേ? ഈ മാൻഡറൊക്കെ എവിടെ കൊണ്ട് കൊടുക്കണം? എത്ര കുറെ കിട്ടിയത് കേട്ടല്ലോ. മന്ദാരത്തിന് ഇറക്കി വിടും, ജിയറി മേടിച്ചു വിടും. അഴാത്ത കൊച്ചു അഴാതെ. ഹലോ ചന്ദ്ര, ഇത് ശരിയല്ല കേട്ടോ. എന്ത് ഡിസ്റ്റൻസ്? എനിക്ക് റോക്സിൽ ഇവിടം വരെ എത്താനുള്ള സമയം തരണം നിങ്ങള്. അല്ല ശരിയാവത്തില്ല. നമുക്ക് നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ, നമ്മളായാലും അങ്ങോട്ട് അടിച്ചോളാം. നമുക്ക് ഗണ്ണ് കിട്ടിയാ മതി, ആ ഒരു ഇതേ ഉള്ളു. ഓൾ ഗുഡ് ആണ്. ഫാമിലി സൈഡ് പ്രശ്നമൊന്നുമില്ല, ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എല്ലാരും ഓക്കെയാണ്. അപ്പൊ ഞാൻ ഈ 2 വണ്ടിക്കകത്തായിട്ട് നിങ്ങളുടെ അസറ്റ് വെച്ചിട്ടുണ്ട്. കേക്കുന്നില്ല സൗണ്ട് ഷൗട്ട്. 2 വണ്ടിക്കകത്തായിട്ട് അസറ്റ് വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്കകത്ത് 61 ഗണ്ണും ഒരു വണ്ടിക്കകത്ത് 9 ഗണ്ണും 7000 പോഷൻ ബേസും വെച്ചിട്ടുണ്ട്. ഓക്കെ ടിവി ട്രക്ക് ഉണ്ടോ? യെസ് ഓക്കെ. നമ്മള് കോഡ് വെച്ചേക്കുന്നത് ഇൻ കേസ് ഫാമിലിയുടെ ഹെഡ് മീറ്റിംഗിന് ഒന്നാൾ വരാൻ പറ്റത്തില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് വരുമെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക. ഇതിപ്പോ ചന്ദ്രൻ വന്നോണ്ടാ സീനില്ല, അതുകൊണ്ടാണ് ഈ ട്രക്കായിട്ട് കൊണ്ടുപോക്കാൻ. എന്നിട്ട് അസറ്റ് എടുത്തിട്ട് ട്രക്ക് കളഞ്ഞിരുന്നാ മതി വെള്ളത്തെല്ലാം. ഓക്കെ മിസ്റ്റർ എക്സ്. അപ്പൊ എനിവേസ് താങ്ക് യു സോ മച്ച്. അടുത്ത കൺസൈൻമെന്റ് ആണ്. പിന്നെ ടർഫിന്റെ ഇതും ഉടനെ കാണാം. ഉറപ്പായിട്ടും. താങ്ക് യു. എടാ വണ്ടി എടുത്തിട്ട് ലോല. കൺസൈൻമെന്റ് വണ്ടി വെയിറ്റ് ചെയ്താ ലോലന്ന് വെയിറ്റ് ചെയ്തേ. ഫ്രണ്ടിൽ നിന്ന് വണ്ടി വെയിറ്റ് ചെയ്തേ. ഫ്രണ്ടിൽ നിന്ന് വണ്ടി. വാ. അല്ല ഒരുമിച്ച് പോകാൻ പറഞ്ഞു. പോ ഇനി ചെല്ല്. ഈ 2 വണ്ടി അങ്ങ് അടിച്ചാലാ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം